പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്കെഴുതിയ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അതെ, ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പഴയ നിയമത്തിലെ മോശയുടെ കാലത്ത് ദേവാലയത്തിൽ ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന ഒരു മൂടുപടം അഥവാ തിരശ്ശീല ഉണ്ടായിരുന്നു. ഈ ഒരു മൂടുപടം ദേവാലയത്തിനുള്ളിൽ മാത്രം ഉള്ളതായിരുന്നില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിലും ഇപ്രകാരമുള്ള ഒരു മൂടുപടം ഉണ്ടായിരുന്നു. ദൈവത്തോട് അടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന ഒരു മൂടുപടമായിരുന്നു അത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ചില തിരശ്ശീലകളും മൂടുപടങ്ങളും ഇല്ലേ? ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് എത്ര സ്വതന്ത്രമായിട്ടാണ് ഓടിയണയുന്നത്. സ്വന്തം പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് ഓടിയണയുവാൻ അവന് തടസ്സമായി ഒന്നും തന്നെയില്ല. എന്നാൽ നമ്മുടെ പിതാവായ ദൈവത്തിലേക്ക് ഓടിയണയുവാൻ തടസ്സങ്ങളായിട്ട് നമ്മൾ തന്നെ ചില മൂടുപടങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ? സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും മൂടുപടങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ നമ്മൾ എപ്പോഴെല്ലാം പരിശ്രമിക്കുന്നു, അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യമാണ് ഏതവസ്ഥയിലും കർത്താവിൻ്റെ മടിത്തട്ടിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ ഓടിയണയുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. കാരണം കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ഒരു സ്വാതന്ത്ര്യത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, ദാഹിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.